ഷാമെ ആസാം സ്വദേശിയാണ് മുഹമ്മദ് മുബാറക് ഹുസൈൻ. ഈ മുഹമ്മദ് മുബാറക് ഹുസൈനെ അന്യസംസ്ഥാന തൊഴിലാളിയാണല്ലോ. അയാളുടെ പണം ഇവിടുത്തെ മലയാളികൾ ആയിട്ടുള്ള ആളുകൾ അടിച്ചു മാറ്റുന്നു, മോഷ്ടിക്കുന്നു. അങ്ങനെ ഈ മുഹമ്മദ് മുബാറക് ഹുസൈൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നു. അയാളുടെ പണം മോഷ്ടിച്ചു. പരാതി കൊടുത്ത മുഹമ്മദ് മുബാറക് ഹുസൈൻ ഇപ്പോൾ പ്രതിയാണ്. മറ്റവരെയും പിടിച്ചു, പരാതിക്കാരനായ ഇയാളെയും പിടിച്ചിരിക്കുന്നു. അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് പെരുമ്പാവൂര് ഇപ്പോൾ അവരുടെ ഒരു രാജ്യമാണ്. പോഞ്ഞാശ്ശേരി അല്ലേ? പോഞ്ഞാശ്ശേരി പെരുമ്പാവൂർ അവരുടെ ഒരു മേഖലയാണ്. അതെ അതെ, അവരുടെ ഒരു സ്ഥലമാണ്. അവർക്ക് എഴുതി കൊടുക്കേണ്ടി വരും ഈ പോക്കിന്. പെരുമ്പാവൂർ, ആലുവയൊക്കെ ഈ പ്ലൈവുഡ് ഫാക്ടറികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ധാരാളം ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ ജോലിക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരുപാട് ഈ പറയുന്ന പോലെ നമ്മൾ അതിർത്തിയിൽ ഇപ്പോൾ പിടിച്ച് പുറത്താക്കുന്ന ബംഗ്ലാദേശികളെയൊക്കെ ഇവിടെ നിന്നും പിടിക്കുന്നുണ്ട്. അതെ അതെ, ഇവിടെ നിന്നും പിടിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശുകാരാണ് ഇവർ, പശ്ചിമ ബംഗാൾ അല്ല ഇവർ. അല്ലല്ല, ആ രാജ്യത്ത് നിന്ന് വരുന്ന ആളുകൾ. ബംഗ്ലാദേശിൻ്റെ അതിർത്തി കടന്ന് നമ്മുടെ ഏരിയയിലേക്ക് വരുന്ന ആളുകൾ, അവർ ഇപ്പം രാജ്യവ്യാപകമായി ഇവരുടെ തിരച്ചിൽ എല്ലാ സംസ്ഥാനത്തും നടത്തുന്നുണ്ട്. ഇവരെ പിടിച്ചുകൊണ്ടു പോവുക, അതിർത്തിയിൽ ബംഗ്ലാദേശിൻ്റെ ഏരിയയിലേക്ക് കയറ്റിവിടുക. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ 13 പേര് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അതായത് അവരങ്ങോട്ടും കേട്ടില്ല, BSF ഇങ്ങോട്ടും കേട്ടില്ല. ഇവിടെ പിടിച്ചുകൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഈ പറയുന്ന പോലെ അവർ കയറ്റുന്നില്ല. അവർ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചയ്ക്ക് ശേഷം പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. അവർ കയറ്റിവിടുന്നതാണ്. നമ്മളവിടെ അതിർത്തി വേലി പണിയാൻ സമ്മതിക്കുന്നില്ലല്ലോ അവർ. നമ്മൾ നേരത്തെ ഒരു ഈ അതിർത്തി രേഖ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു നിശ്ചിത അതിർത്തി അവിടെ നിർമ്മിച്ചിട്ടില്ല. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വെച്ചുകൊണ്ട് നമ്മൾ അവിടെ ഒരു അതിർത്തി കൃത്യമായി പണിതിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ വരുന്ന കാലഘട്ടത്തിൽ അവരും നമ്മൾ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായിരിക്കവേ അതിർത്തി പണിയാൻ നമ്മൾ തീരുമാനിച്ചു, വേലി പണിയാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ വേലി പണിയുന്നതിനോട് അവർ വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അങ്ങനെയാണ് നമ്മൾ വലിയ പ്രശ്നത്തിലേക്ക് ഇപ്പം ബംഗ്ലാദേശ് ഇന്ത്യ തർക്കത്തിലെ വലിയ നിർണായകമായിട്ടുള്ളൊരു പ്രശ്നം ഇപ്പോൾ ഇതാണ്. നമ്മളെ വേലി പണിയാൻ അവർ സമ്മതിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അവിടുന്ന് കുറേ ആളുകളെ ഇങ്ങോട്ട് കുത്തിക്കയറ്റാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ തന്നെ അവിടെ ഇത് വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരേ പേര് നമ്മുടെ ഈ പെരുമ്പാവൂർ, ആലുവയിലൊക്കെ വന്ന് കിടപ്പുണ്ട്. ആലുവയിലും പെരുമ്പാവൂരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. ഇവർക്കൊക്കെ ഈ ആധാർ ഈ അടുത്ത കാലത്ത് തന്നെ കഴിഞ്ഞ വർഷം ഇതേ സമയം ജൂൺ മാസം ഈ വരുന്നത് ഇതേ സമയം എന്ന് പറയാൻ പറ്റില്ല, അടുത്ത മാസം ജൂൺ മാസത്തിൽ ഒരാളെ പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലിയിൽ നിന്ന് പിടിച്ചു. ഇയാൾ ആധാർ കാർഡ് പരിശോധിച്ചപ്പോഴത്തേക്ക് ആധാർ കാർഡിൻ്റെ നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ആധാർ കാർഡ് എന്ന് പറയുന്നത് ആലുവയുള്ള ഒരു വേറൊരാളുടെ ആധാർ കാർഡാണ്. വ്യാജ ആധാർ ഉണ്ടാക്കുന്നു. വ്യാജ ആധാർ ഇവർ അച്ചടിച്ചങ്ങ് ഇറക്കിയാണ്. എന്നിട്ട് ഈ ആധാറുമായിട്ടാണ് ഇവരിവിടെ നടക്കുന്നത്. ഇതാരും കൊണ്ടൊന്നും ചെക്ക് ചെയ്യുന്നില്ല. ഓരോ തൊഴിലുടമയുടെ കയ്യിൽ ഇവരിത് കൊണ്ടുപോയി കൊടുക്കുക, ഇവരിവിടെ വിലസി നടക്കുക. തൊഴിലുടമയ്ക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, വരുന്നവരുടെ രേഖ വാങ്ങി വെക്കണമെന്നുള്ള ഒറ്റ നിബന്ധനയെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നും പരിശോധിക്കണമെന്നില്ല. അതെ, ഈ ഏജന്റുമാർ ഇവരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഏജന്റുമാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 പേരെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ആ 10 പേരിൽ 3 പേരുടെ സാലറി, 3 അല്ലെങ്കിൽ 4 പേരുടെ സാലറി കിട്ടുന്നത് ഈ ഏജന്റിനാണ്. 6 പേരുടെ സാലറി 10 പേർക്കായി വീതിച്ചു കൊടുക്കുകയാണ്. വലിയ ഈ ഏജന്റുമാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഏജന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ബ്രോക്കറായിട്ടൊന്നും കരുതണ്ട. ലക്ഷങ്ങൾ ഉണ്ടാക്കിയാണ് ഒരു ജോലിയും ചെയ്യാതെ ഇവർ ലക്ഷങ്ങൾ ഉണ്ടാക്കിയാണ്. ഇവരുടെ അടുത്ത് ഒരു തൊഴിലുടമ വന്നുകൊണ്ട് പറയുന്നത് എനിക്ക് നാളെ 10 പേര് അല്ലെങ്കിൽ 20 പേരെ വേണമെന്ന് പറയുമ്പോൾ 20 പേരെ വിട്ടുകൊടുക്കുമ്പോൾ അതിലൊരു നല്ലൊരു ശതമാനം കമ്മീഷൻ ഇവർക്ക് ഈ ഏജന്റിനാണ് തൊഴിലുടമ പണം നൽകുന്നത്. അത് ഈ തൊഴിലാളികൾക്ക് വീതിച്ച് നൽകുകയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അമിത ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ബംഗ്ലാദേശുകാരനാണോ പാകിസ്ഥാൻകാരനാണോ എന്നൊന്നും നോക്കുന്നില്ല. ഇവരിങ്ങനെ കയറ്റി വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ ഒരു സമയത്ത് അതിർത്തിയിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. ചില ഉദ്യോഗസ്ഥരൊക്കെ പണം വാങ്ങിക്കൊണ്ട് കയറ്റുന്നുണ്ടെന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആളാണ് അസം സ്വദേശിയായിട്ടുള്ള ഈ മുബാറക്. അപ്പോൾ ഈ മുഹമ്മദ് മുബാറക് ഹുസൈൻ എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഇയാൾ പെരുമ്പാവൂരിൽ താമസിച്ചു വരവേ അവിടെ ലഹരി കേസിലെ പ്രതികളായിട്ടുള്ളവർ അടക്കം ചേർന്ന് ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ അവിടെ ഒരു അക്രമം നടത്തി. അതിൽ ഒന്ന് വെങ്ങോല സ്വദേശിയായിട്ടുള്ള റിൻഷാദ്, സലാവുദ്ദീൻ, ബേസിൽ അനു, മുഹമ്മദ് സലീം എന്നിവർ ചേർന്നിട്ട് ഇയാളുടെ മുറിയിലേക്ക് കടന്നു ചെന്നു. അതിക്രമിച്ച് കടന്ന് ഇയാളെ ആക്രമിക്കുകയും ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്ന 37,000 രൂപ കവർന്നു എന്നുമാണ് ഇയാളുടെ പരാതി. ഇയാളുടെ പ്രശ്നം. അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് പണം കവർന്ന് അവർ മടങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവർ മടങ്ങി നേരെ തിരികെ പോയി. ഇയാൾ എന്തെന്ന് വെച്ചാൽ പെരുമ്പാവൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി അന്നേ ദിവസം വൈകിട്ടോടുകൂടി
എത്തുകയും ചെയ്തു. ഇത് പൂർണ്ണ അർത്ഥത്തിൽ 37,000 രൂപ കവർന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 2,000 രൂപ എടുത്തുകൊണ്ട് പോയാലും 37,000 രൂപ കവർന്നെന്ന് പറയും. സ്വർണ്ണമാലയൊക്കെ തട്ടിക്കൊണ്ടുപോയെന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഇത്തരം പരാതികളെ കുറിച്ച് പോലീസുകാർക്ക് നല്ല ധാരണയാണ്. 2 പോയാൽ 10 എന്ന് പറയുന്ന ആളുകളാണ് കൂടുതൽ പേരും. ഇങ്ങനെ യഥാർത്ഥത്തിൽ ആരും കൃത്യമായ തുക പറയില്ല, എഴുതി കയറ്റി വിടുക എന്നുള്ളൊരു പരിപാടി ആണുള്ളത്. അപ്പോൾ ഇയാൾ ഈ പെരുമ്പാവൂർ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പരാതി കൊടുത്ത സമയത്ത് ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളുടെ ഫോൺ അവിടെ വാങ്ങി വെച്ചു. അപ്പോൾ ഫോൺ വാങ്ങി വെക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ സംസാരിക്കുന്നതിലൊക്കെ ഇയാൾക്ക് ആ സമയത്ത് വരുന്ന കോളുകളിലൊക്കെ സംശയം പോലീസിന് തോന്നി. അങ്ങനെ ഇയാളുടെ പോലീസ് ഈ ഫോൺ ലോക്ക് അഴിപ്പിച്ച് പരിശോധിച്ചപ്പോൾ ഇയാൾ പാകിസ്ഥാൻ ബേസ് ആയിട്ടുള്ള ഈ ഫോൺ നമ്പറുകൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇയാൾ അംഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള അംഗമായിട്ടുള്ള ഗ്രൂപ്പുകൾ, അപ്പോൾ പാകിസ്ഥാൻ്റെ ഫ്ലാഗാണ് അതിലെ ഈ പറയുന്ന പ്രൊഫൈൽ പിക്ചറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നവ. അതുപോലെ തന്നെ അങ്ങനെയുള്ള അവരുടെ പാകിസ്ഥാനാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പ്രൊഫൈൽ പിക്ചറുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഉള്ള പ്രൊഫൈൽ പിക്ചറുള്ള ഗ്രൂപ്പുകൾ, വ്യക്തികൾ, ഇൻഡിവിജ്വൽസ് എല്ലാം തന്നെ ഇയാളുടെ ഗ്രൂപ്പിലുണ്ട്. പോലീസ് അത് പരിശോധിച്ചപ്പോൾ അതെല്ലാം പാകിസ്ഥാൻ നമ്പറുകളാണ്. കൂടുതലും ഇയാൾക്ക് പാകിസ്ഥാനുമായിട്ടാണ് ബന്ധമെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അങ്ങനെ ചില ഗ്രൂപ്പുകൾ പരിശോധിച്ചപ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഒരുപക്ഷെ ആസാം ആയിരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റേതെങ്കിലും ഇയാൾ ജോലിക്ക് പോയ സ്ഥലങ്ങളായിരിക്കും, ഏതായാലും കേരളമല്ല, അത്തരം സ്ഥലങ്ങളിലെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ദൃശ്യങ്ങൾ ഈ ഫോണിൽ ഇയാൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലുള്ള പൗരന്മാരുമായിട്ടാണ് ഇയാൾ ഇത് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് അയച്ചു കൊടുക്കുകയും ഇത് സ്ഥിരമായി നിരന്തരം ഇത് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു കണക്കനുസരിച്ച് അസം പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഈ അസം സ്വദേശികളായിട്ടുള്ള കുട്ടികളാണോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത്തരം ദൃശ്യങ്ങൾക്ക് ഡാർക്ക് വെബിൽ വളരെ വലിയ വിലയാണ്. ഡാർക്ക് വെബിൽ നമ്മളിത് കയറി കാണുക എന്നുള്ളത് പേയ്മെൻറ്റ് അങ്ങോട്ട് അടച്ചിട്ട് വേണം ഇത് കയറി കാണാൻ. ഇതിന് വലിയ എമൗണ്ട് സമാഹരിക്കുന്നുണ്ട്. വലിയ എമൗണ്ട് ആണ്. ഇതൊരു വലിയ ഒരു ബിസിനസ് മേഖലയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഉള്ള ദൃശ്യങ്ങൾക്ക് ഈ പറയുന്ന പോലെ ടെലഗ്രാമിലും വാട്സപ്പിലും ഒക്കെ വരുമെങ്കിൽ ഇത്തരം ദൃശ്യങ്ങൾ വളരെ ഈ വില കൊടുത്ത് വാങ്ങുക എന്നുള്ള രീതിയാണ് അവലംബിക്കപ്പെടുന്നത്. നേരത്തെ തന്നെ കേരള പോലീസൊക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് നേരത്തെ അംഗീകരിച്ചതിന്റെ പേരിലാണ് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന പേരിൽ നമ്മളിവിടെ ഒരു റെയ്ഡ് ആരംഭിക്കുകയും സൈബർ ഡോമും കേരള പോലീസും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്ന് ആ റെയ്ഡുകളൊക്കെ നടന്നിരുന്നത്. നമ്മുടെ കേരള പോലീസിന്റെ സൈബർ വിഭാഗത്തിന്റെ കീഴിലുള്ള CCSE എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ തടയുക എന്നുള്ള ഒരു രീതിയിലാണ് CCSE അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അവരടക്കം ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഓപ്പറേഷൻ പി ഹണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹണ്ടിൻ്റെ ആരംഭം തന്നെ ഈ രീതിയിലായിരുന്നു. അങ്ങനെ ധാരാളം റെയ്ഡുകൾ നടത്തിക്കൊണ്ട് നമ്മളിത് കണ്ടെത്തിയ കാര്യമാണ്. അപ്പോൾ ഇയാൾ അത്തരത്തിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ഇത്തരം ദൃശ്യങ്ങൾ, അതിൽ ഇയാളും ഉൾപ്പെട്ട ദൃശ്യങ്ങളും ഇയാളുടെ സുഹൃത്തുക്കളായിരിക്കാം എന്ന് കരുതപ്പെടുന്നവർ എടുത്ത ദൃശ്യങ്ങളും അടക്കം ഇവർ തന്നെ നിർമ്മിച്ച് അയച്ചു കൊടുക്കുകയാണ്. അയച്ചു കൊടുക്കുകയാണ്. ഈ പലതും കൃഷിയിടങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. കൃഷിയിടങ്ങളിലൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളിലെ ദൃശ്യങ്ങളാണ് ഇതുപോലെ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് ഇവർ ഈ എമൗണ്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അവിടെ അയച്ചു കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത, അവിടെ നിന്നും അപ്ലോഡ് ചെയ്യുകയും അവിടുത്തെ ആളുകൾക്ക് ഇത് വളരെ പ്രിയപ്പെട്ടതായി മാറുകയും ചെയ്യുന്നുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യൻ യുവതി, പാകിസ്ഥാൻ യുവാവ് എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്യാച്ച് ചെയ്യുന്ന ഒരു വേർഡ് അടിച്ച് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ വേണ്ടി ആള് ധാരാളമായിട്ട് അതിൽ 1-2 കാര്യങ്ങൾ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള അവരുടെ വിരോധം, 2 അവരൊരു അധിനിവേശം സ്ഥാപിക്കുന്നു, അവർക്കാണ് മേൽക്കോയ്മ എന്നുള്ള ഒരു രീതി. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, വലിയ മാർക്കറ്റിൽ ഇത് വിറ്റുപോകും. അതാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇവൻ ഇതിൻ്റെ ആളാണ് എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അപ്പോൾ ഇവനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കേന്ദ്ര ഏജൻസികളും ചോദിച്ചിട്ടുണ്ട്. കാര്യം ഇവൻ ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കണമല്ലോ. ഇവൻ എങ്ങനെ ഇത്തരം ബന്ധങ്ങൾ വന്നു എന്നുള്ളതും കണ്ടുപിടിക്കണം. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇത്തരം ഡാർക്ക് സൈറ്റുകളിൽ പോയി ഈ പറയുന്ന പോലെ
കണക്ട് ചെയ്തെടുക്കാനൊക്കെ ഇപ്പോൾ എളുപ്പമാണ് പലർക്കും. കാര്യം ഇതൊരു വലിയ വരുമാന മാർഗ്ഗമാണ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. 2023 നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ ഒരു 12 മണി സമയത്ത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കുടുംബം, ഒരു ഫ്ലാറ്റാണ്, ഒരു 3 BHK ലക്ഷറി ഫ്ലാറ്റാണ്, അവിടെ താമസിക്കുകയാണ്. അവിടേക്ക് 2 പോലീസ് ഉദ്യോഗസ്ഥർ കയറി ചെന്നു ഉച്ച സമയത്ത്. അപ്പോൾ കയറി ചെന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വീട്ടിലെ ഗൃഹനാഥനോട്, അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വയസ്സുള്ള ഒരു മകളും അമ്മയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അമ്മയൊക്കെ വളരെ വലിയ പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്. പറഞ്ഞു, ഇതുപോലെ ഞങ്ങൾക്ക് ഗൃഹനാഥനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയുടെ അച്ഛനെ വിളിച്ചു വരുത്തി. അച്ഛനെ വിളിച്ചു വരുത്തിയപ്പോൾ അച്ഛനോട് പോലീസ് പറഞ്ഞു, ഈ അച്ഛനെ മാത്രമായി ഇരുത്തി പറഞ്ഞു, ഈ കുട്ടിയുടെ കുറേ ദൃശ്യങ്ങൾ ഡാർക്ക് വെബിൽ ഇറങ്ങിയിരിക്കുന്നു. കുട്ടിയെ അപ്പോഴത്തേക്ക് നമ്മുടെ സൈബർ ഡോം ഐഡന്റിഫൈ ചെയ്തു. കുറേ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവരറിയിച്ചത്. അങ്ങനെ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പോലീസ് ആ വീട്ടിലൊരു തിരച്ചിൽ നടത്തി. ആ വീട്ടിലൊരു തിരച്ചിൽ നടത്തിയപ്പോൾ ആ ഫ്ലാറ്റിലൊരു തിരച്ചിൽ നടത്തിയപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന എന്താ പറയുക, ഈ പറയുന്ന ഏരിയ, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഏരിയ ആ സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ദാണ്ട് ഇവിടെ ഒരു പിന്നെ ഇതിരിപ്പുണ്ട്, എന്താ കുറച്ച് കപ്പുകളും കാര്യങ്ങളും കുറേ ആർട്ട് വർക്കുകളൊക്കെ നടത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ആ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ദൃശ്യത്തിൽ, അതായത് ആ വീട്ടിൽ തന്നെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ അവിടെ ആര്? അതായിരുന്നു പോലീസിൻ്റെ ഒരു ചോദ്യം. അങ്ങനെ അവർ കൗൺസിലിംഗ് നടത്തിയപ്പോൾ ആരായിരുന്നു എന്നറിയോ? ആ കുട്ടിയുടെ അമ്മയുടെ സ്വന്തം സഹോദരനായിട്ടുള്ള ചെറുപ്പക്കാരൻ. അയാൾ ബംഗളൂരുവിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയാണ്. ഇയാൾ മാസത്തിലൊരിക്കൽ സഹോദരിയുടെ വീട്ടിലേക്ക് വരും. അതിനിടെയാണ് ഇയാൾ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ഈ മനോവൈകൃതമുള്ള ആൾ ഇതെടുത്ത് ഡാർക്ക് വെബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തത്. ഇത് കേരളത്തിൽ നിന്നാണെന്ന് ആദ്യമേ പോലീസിന് വിവരം ലഭിച്ചു. പിന്നീട് ഓരോ കാര്യങ്ങളായി പോലീസ് പരിശോധിച്ച് വരവേ ഒടുവിലാണ് ഈ തിരുവനന്തപുരത്തെ വിവരം കിട്ടുന്നത്. അപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ കിട്ടാവുന്നതേ ഉള്ളൂ. യൂട്യൂബിലൊക്കെ ഉണ്ട് ഈ 2023 സ്റ്റോറി. ഇങ്ങനെ വലിയ വിവാദമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നീട് അയാളെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ടാവും. കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ അപ്പം ഓപ്പറേഷൻ P100 നടത്തിയപ്പോഴും നമ്മൾ അറിഞ്ഞത് മുഴുവൻ ഇങ്ങനെയുള്ള കഥകളായിരുന്നു. അതെ. പിന്നെ പിടിക്കപ്പെട്ടത് നല്ല പ്രായമുള്ള ഒരാൾ, ഒരു 70 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യൻ. അയാൾ ഇത് മാത്രമാണ് സെർച്ച് ചെയ്യുന്നത്. ഇത് സെർച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യുക, ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക. കുറ്റം എന്താണെന്നറിയാമോ? പോക്സോയാണ്. 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് ഇതിൻ്റെ മാക്സിമം ശിക്ഷ. 5 വർഷം തടവ്, 10 ലക്ഷം രൂപ പിഴ. ഇങ്ങനെയാണ് ഇതിൻ്റെ, അതായത് കാണുകയോ പ്രചരിപ്പിക്കുകയോ ഡൗൺലോഡോ ചെയ്യുന്നത് ഉള്ള ശിക്ഷയാണ് ഈ പറയുന്നത്. അതായത് ഡയറക്റ്റ് അറ്റംപ്റ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 5 വർഷം തടവ്, ഡയറക്റ്റ് ആണെങ്കിൽ ജീവപര്യന്തം, ജീവിതാവസാനം വരെയുള്ള തടവ്, വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമായിട്ട് ഇത് മാറും. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓരോ തവണയും പിടിക്കപ്പെടുന്നവർ തന്നെ വീണ്ടും പിടിക്കപ്പെട്ട കേസും P100 ഉണ്ടായിട്ടുണ്ട്. നേരത്തെ IT പ്രൊഫഷണലുകളടക്കം പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കേസ് പിടിക്കപ്പെടുന്ന ജില്ലകൾ എന്ന് പറയുന്നത് മലപ്പുറം, തിരുവനന്തപുരം തുടങ്ങി എറണാകുളം റൂറൽ, ഇത്രയിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ നേരത്തെ തന്നെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ, അതായത് ഇത് സൈബർ ഡോം നിരീക്ഷിച്ച് വരുന്ന സൈറ്റുകളിൽ നിരീക്ഷിക്കുന്നുണ്ട്. ആ സൈറ്റുകളിൽ നിരീക്ഷിച്ചാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഇത്രയും ആളുകൾ ഇത് കാണാൻ ഉള്ളത് കൊണ്ടാണല്ലോ ഇവൻ ഇതെടുത്ത് വിൽക്കാൻ ഇടുന്നത്. അപ്പോൾ ഇവൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും ഈ പറയുന്ന യുവതികളെ, ജോലിയില്ലാത്ത യുവതികളെ ഇവിടേക്ക് കൊണ്ടുവരികയും ഇവിടെ ജോലി എന്ന് പറഞ്ഞ് കൊണ്ടുവരികയും ഇവിടെ അനാശാസ്യ പ്രവർത്തനം വിപണനം നടത്തുകയുമാണ്. വലിയ രീതിയിലുള്ള വിപണനം നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു ഏജന്റാണ് ഈ പുള്ളി. അതിൻ്റെ ഏജന്റാണ്. അവിടെ നിന്ന് ട്രെയിൻ മാർഗം ഇവിടേക്ക് ജോലി എന്നുള്ള പേരിൽ വീട്ടുകാരെ വിശ്വസിപ്പിച്ച് ഇവിടെ കൊണ്ടുവരും. അങ്ങനെ ഒരു കുട്ടിയാണ് കോഴിക്കോട് നിന്ന് ഇറങ്ങി ഓടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഓടി കയറുകയും അവിടുത്തെ SHOയോട് വിവരം പറയുകയും പിന്നീട് അറസ്റ്റ് നടക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പോഴും അതിൻ്റെ അറസ്റ്റും അതിൻ്റെ ആളുകളുടെ ഐഡന്റിഫിക്കേഷൻ പരേഡും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലും അത് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടത്തിലുള്ള ഒരുത്തനാണ്
ഈവൻ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ എന്താ പറയുക, ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്തപ്പോൾ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കണമെന്ന് പറയും. നമ്മളവരെ ശത്രുവായിട്ട് കാണേണ്ടതിന്റെ ആവശ്യകതയില്ല. കാരണം ഇവിടെ പല ജോലികളും നിർമ്മാണ മേഖല, അവരെ ഇനി പറഞ്ഞു വിട്ടാൽ ഇവിടുത്തെ നിർമ്മാണ മേഖല പൂർണ്ണമായി മുഴുവൻ സ്തംഭിക്കും, നിലച്ചു പോകും. നിർമ്മാണ മേഖല മാത്രമല്ല, മറ്റ് കൃഷിപ്പണികൾ പൂർണ്ണമായി നിലച്ചു പോകും. ഹോട്ടൽ മേഖലകൾ, അതുപോലെ തന്നെ ഒരു ഒട്ടുമിക്ക വ്യവസായ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം നിൽക്കാൻ അധിക സമയം, പച്ചക്കറി കടകൾ, അതെ, അധിക സമയം വേണ്ട. പക്ഷേ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അമിത ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ മുന്നും പിന്നും നോക്കാതെ ഇങ്ങോട്ട് തള്ളിക്കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവർക്ക് എന്താ പറയുക വെച്ചാൽ, ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻക്വയറി നടക്കുന്നില്ല, പരിശോധന നടക്കുന്നില്ല. ഇതിപ്പം ഞാനൊരിക്കലും ജോണേട്ടനോട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും കൂടി നടന്നു പോവുകയാണ്. അപ്പോൾ 3 പേരിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു, ഞായറാഴ്ചയാണ്. ഞാൻ പറഞ്ഞ വഴിമാറാൻ അവർ തയ്യാറല്ല. അതെ അതെ, നമ്മൾ നടന്നു വരുമ്പോൾ അവർ 3 പേരും അവിടെ നിൽപ്പുണ്ട്. അവർ നിൽക്കുന്നു, അവർ വഴിമാറില്ല. അവർ ഞായറാഴ്ച അവർ വഴിമാറില്ല. നമ്മൾ വേണം ഒതുങ്ങിപ്പോക്കും. ഞായറാഴ്ച അവരുടെ ലോകമാണ്, ഞായറാഴ്ച അവരുടെ ഏരിയ ആണിത്. നമ്മളൊരു ഹോസ്പിറ്റലിന്റെ മുമ്പിൽ കൂടെ നടന്നപ്പോൾ അതിന്റെ ഇപ്പുറത്ത് മാറി ഇരുന്നിട്ട് 2 പേര് ഇതര സംസ്ഥാന മദ്യപിച്ച്, അതെ, മദ്യമാണെന്ന് പോലും പറയാൻ പറ്റില്ല, അത്രയും വലിയ പ്രശ്നം. ഇതാണ് ഇവിടുത്തെ ഒരു വലിയ വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഇവിടെ കയറി വരികയും ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയുമാണ്. ഞാൻ നേരത്തെ ഒരു കൊലപാതകത്തിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു നിർമ്മാണ തൊഴിലാളിയായി എത്തിയ ഒരു ചെറുപ്പക്കാരൻ. അവന് ഗെയിമിന് അഡിക്റ്റ് ആയിരുന്നു. അവൻ ഗെയിമിലുള്ള ശത്രുവായിട്ട് തൊട്ടടുത്ത വീട്ടിലെ വീട്ടമ്മയെ കണ്ടു. അതായത് എലിമിനേറ്റ് ചെയ്യേണ്ട ആളുകളിൽ ഒരാൾ ആ വീട്ടമ്മയാണ്. വീട്ടമ്മയെ എങ്ങനെ കൊലപ്പെടുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടമ്മയുടെ വീടിന്റെ മതിൽ കൂടി കടന്ന് ഗെയിമിലെ ഹീറോ കടന്നു പോകുന്നത് എങ്ങനെയോ ചാടി കടന്നു ചെയ്യാതെ ആ വീട്ടിൽ നേരിട്ട് ചെല്ലാൻ പറ്റും, ഗേറ്റൊക്കെ തുറന്ന് ചെല്ലാൻ പറ്റും. പക്ഷെ അവൻ അങ്ങനെയല്ല പോയത്. അവൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ 2ാമത്തെ നിലയിൽ നിന്ന് ഷെയ്ഡിൽ ഇറങ്ങി ഷെയ്ഡിൽ നിന്നും ചാടി തൊണ്ടുകൊണ്ട് ചാടി പിടിച്ചു. തൊണ്ടുകൊണ്ട് എങ്ങനെ എന്തിനു ചാടി പിടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട്ടമ്മയുടെ വീടിന്റെ പുറകുവശത്തെ മതിൽ ആണി ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുകയാണ്. അപകടങ്ങൾ, അതായത് ഇങ്ങനെയുള്ള വിപത്ത് ഉണ്ടാകാതിരിക്കാൻ, ആരും മോഷ്ടിക്കാൻ കയറി വരാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അപ്പോൾ ഇവനെന്തെന്ന് വെച്ചാൽ ഗ്ലൗസ് വെച്ചിട്ട് ഗ്ലൗസിൽ തൊണ്ട് പിടിച്ചിട്ട് തൊണ്ടും കൊണ്ട് ചാടി. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ചെന്നിട്ട് ആണിയിൽ തറച്ചിരിക്കും. അതിൽ പിടിച്ച് അവൻ അപ്പുറം ചാടി. എന്നിട്ടാണ് അവൻ ആ കൊലപാതകം നടത്തിയത്. ഇങ്ങനെയുള്ള ആളുകൾ, വളരെ ക്രൂരമായിട്ട് കൊലപാതകം നടത്താനുള്ള സ്വഭാവമുള്ള ആളുകൾ ഈ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. പ്രത്യേകിച്ച് ഇവർ വയലൻസ് എന്ന് പറയുന്നത് അവരുടെ കൂടപ്പുറപ്പായി ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളുകളുടെ. അതെ അതെ, ഈ തലക്കടിച്ചുള്ള കൊലപാതകം അവർ കൂടുതൽ ചെയ്യാറുണ്ട്. തലക്കടിച്ചുള്ള കൊലപാതകം, അതാണ് അവരുടെ ഒരു രീതി. തലയ്ക്ക് അടിച്ച് തലച്ചോറ് തെറിപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകം, അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത്. മാടുകളെയൊക്കെ കൊല്ലില്ലേ, അതേ രീതിയിലാണ് ഒരു മനുഷ്യനെ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ചോര വാർന്ന് കണ്ണിലൂടെ ഒഴുകുന്ന രീതിയാണ് അവർ കാട്ടാറുള്ളത്. എന്തായാലും വലിയ അപകടത്തിലേക്ക് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനോട് അലേർട്ടായിരിക്കണം. നമുക്കിപ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. അവർക്കാണെങ്കിൽ നമ്മളെ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാനും പറ്റില്ല. ധാരാളം ആളുകൾ ഇപ്പോൾ ഇവിടുത്തെ യുവതികളെ തന്നെ വിവാഹം കഴിച്ചൊക്കെ കഴിച്ച് ഇവിടെ കുടുംബമായി ജീവിക്കുന്നുണ്ട്. പിന്നെ ധാരാളം ആളുകൾ സ്വന്തം നിലയിൽ ഇവിടെ വസ്തു മേടിക്കുകയും വീട് വെക്കുകയും ഇവിടുത്തെ റേഷൻ കാർഡിൽ വരെ ഉള്ള ആളുകൾ ധാരാളമായിട്ട് മെഡിക്കലായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ വരെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവരെ ഒഴിവാക്കിയൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടേ അത്രേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ കാര്യങ്ങൾ മറ്റൊരു സൈഡിൽ കൈവിട്ട് പോകുന്നു എന്നുള്ള ഓർമ്മ കൂടി ഉണ്ടായിരുന്നാൽ നന്ന്. ശരി.